ന്യൂയോർക്ക് നഗരത്തിലെ 8 മില്യൺ ജനങ്ങളിൽ 3 മില്യണാണ് കുടിയേറ്റക്കാർ. അപ്പോൾ അവരെല്ലാം സംരക്ഷിക്കുമെന്നാണ് നിയുക്ത മേയർ സൊഹ്റാൻ മാംദാനി പറയുന്നത്. അദ്ദേഹം അടുത്ത മാസം 1-ാം തീയതി ചാർജ് എടുക്കും. അപ്പോൾ ഈ 3 മില്യണിൽ ഏതാണ്ട് 4-5 ലക്ഷം പേരോളം ഇല്ലീഗലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇല്ലീഗൽസിനെ സംരക്ഷിക്കുന്ന ഒരു സാങ്ച്വറി സിറ്റിയാണ് ന്യൂയോർക്ക് എന്നാണ് ഇതുവരെ കരുതപ്പെട്ടിരുന്നത്. അപ്പം ഈയിടയ്ക്ക് ഈ നിലവിലുള്ള മേയർ എറിക് ആഡംസിൻ്റെ നേതൃത്വത്തിൽ അതിന് ചില വെള്ളം ചേർക്കലും ഉണ്ടായി, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ പ്രസിഡന്റ് ട്രംപ് പിൻവലിക്കാൻ വേണ്ടി ഈ നയത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയുണ്ടായി. പക്ഷേ ഈ സാങ്ച്വറി സിറ്റി എന്നുള്ള നിലയിൽ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് സൊഹ്റാൻ മാംദാനി പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രസിഡന്റ് ട്രംപുമായിട്ടും അതുപോലെ തന്നെ ഐസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് അവരുമായിട്ടും ഉടക്കുണ്ടാകും. ഈയിടയ്ക്ക് തന്നെ കനാൽ സ്ട്രീറ്റിനടുത്ത്, അതായത് വേൾഡ് ട്രേഡ് സെൻറ്ററിന് അടുത്ത് ഇമിഗ്രേഷൻ അധികൃതർ റെയ്ഡ് നടത്തുകയുണ്ടായി, കുറേ പേരെ പിടിച്ചുകൊണ്ട് പോവുകയുണ്ടായി. രണ്ടാമത് അവർ റെയ്ഡിന് ചെന്നപ്പോഴത്തേക്ക് ആളുകളെല്ലാം പ്രതിഷേധവുമായിട്ടെത്തി. അവർക്ക് പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ വന്നു. അതിനെതിരെ കുറേ അറസ്റ്റുമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് വീണ്ടും ഒരു പരിപാടിയായിട്ട് തുടരും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നത് മാംദാനിയുടെ കീഴിൽ. അപ്പം അനായാസമായിട്ട് ഐസിന് പ്രവർത്തിക്കാൻ കഴിയില്ല. പിന്നെ അവർക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകും. പോലീസ് അവരെ സഹായിക്കാൻ പോകുന്നില്ല, സംരക്ഷിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിഗതികളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനിടയിൽ ശ്രദ്ധേയമായിട്ട് മാംദാനി ഇന്നലെ പുറപ്പെടുവിച്ച ഒരു വീഡിയോ സന്ദേശത്തിൽ ഈ ഐസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ അവരും പോലീസാണ്, അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് അദ്ദേഹം ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, പലവിധ അവകാശങ്ങളുണ്ട്, അത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഐസ് വന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് നമ്മുടെ വീടിലൊക്കെ കൊട്ടുക, നിങ്ങൾ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോണം, വീടിനുള്ളിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ വാതിൽ തുറക്കാൻ നിങ്ങൾക്ക് യാതൊരു ബാധ്യതയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വാതിൽ തുറക്കേണ്ട യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ അവർ ഈ ജഡ്ജി ഒപ്പിട്ട ഒരു വാറണ്ട് കാണിക്കണം. ഇപ്പോൾ ഇവർ കാണിക്കുന്ന വാറണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് വാറണ്ടാണ്, ഉദ്യോഗസ്ഥർ തന്നെ ഒപ്പിട്ട വാറണ്ടാണ് കാണിക്കുന്നത്. അതുപോലെ ജഡ്ജി ഒപ്പിട്ട വാറണ്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ വീട്, സ്കൂള്, പള്ളി ഇങ്ങനെയുള്ളിടത്തൊക്കെ ഇവരെ കയറ്റേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇവരെ കയറ്റേണ്ട കാര്യമില്ല. അത് നിയമാനുസൃതമായ കാര്യമാണ് ഇവർക്ക് പ്രവേശനം നിഷേധിക്കുക എന്നുള്ളത് എന്ന് അദ്ദേഹം പറയുന്ന ആ വീഡിയോ സന്ദേശത്തിൽ. പിന്നെ അത് പ്രൈവറ്റ് സ്പേസസ് ആണ്. പിന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് പറയാം, നിങ്ങളിവിടെ കയറുന്നതിന് ഞങ്ങൾ അനുമതി നൽകുന്നില്ല എന്ന് ഉറപ്പായിട്ട് പറയാം. അപ്പോൾ അവർക്ക് കയറാൻ പറ്റില്ല, നിയമപരമായിട്ട് അവർക്ക് കയറാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇമിഗ്രേഷൻ അധികാരികൾക്ക് നിങ്ങളോട് നുണ പറയാൻ പറ്റും. അവർ ഇതെന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞൊക്കെ പറയാൻ പറ്റും. പക്ഷേ നിങ്ങൾ ബട്ട് യു ഹാവ് ദ റൈറ്റ് ടു റിമെയിൻ സൈലൻറ്റ്. പക്ഷേ നിങ്ങൾ അതിന് പ്രതികരണം ഒന്നും കൊടുക്കേണ്ടതില്ല. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു, നിങ്ങൾ ഇന്ന കുറ്റങ്ങൾക്കെല്ലാം ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ നുണ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള യാതൊരു ബാധ്യതയുമില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ആവശ്യമെങ്കിൽ മിണ്ടാതിരിക്കണം. അതുപോലെ തന്നെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളെ തടവിലാക്കുന്ന രീതിയിൽ നിങ്ങളെ കോർണർ ചെയ്ത് നിങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ ചോദിക്കാം, ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിക്കാം. അത് ചോദിക്കുന്നതിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അവരെ ഏസോർണോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വെറുതെ തടങ്കലിലാക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ഉറപ്പായിട്ട് ചോദിക്കാം. അതിന് ഉള്ള എല്ലാ അവകാശവും ഉണ്ട്. നിങ്ങൾ അറസ്റ്റിലാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് അവിടെ നിൽക്കാനുള്ള ഒരു ബാധ്യത നമുക്കുള്ളൂ. എന്നാലും നമ്മുടെ സുരക്ഷിതത്വം നോക്കണം, പോലീസൊക്കെ ആയിട്ടാണ് ഇടപെടുന്നതെന്നുള്ളത് മറക്കേണ്ടതില്ല. പിന്നെ ഇതെല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. ഈ നടക്കുന്ന ഓരോ പ്രൊസീഡിങ്സും, ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വീഡിയോയിൽ ചിത്രീകരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതും നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടതില്ല. ആരെ കൊണ്ടെങ്കിലും വീഡിയോ എടുപ്പിക്കാം, നമുക്ക് തന്നെ എടുക്കാം. അതിൽ ഒരു മാറ്റവും വേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് ഈ പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നാണ് മാംദാനി പറയുന്നത്. നമുക്ക് പ്രതിഷേധ പ്രകടനം നടത്താനും ഇവർക്കെതിരെ സംഘടിച്ച് മുന്നിൽ നിൽക്കാനും ഒക്കെയുള്ള എല്ലാ അവകാശമുണ്ട്. അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അത് ഇല്ലാതായിട്ടില്ല. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിനും ഒരു തടസ്സവുമില്ല. നമുക്ക് ഇവർക്കെതിരെ പ്രതിഷേധം നടത്തുന്നതിന് ഒരു തെറ്റുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഇവരെ നേരിടാനുള്ള ചില ഉപായങ്ങളാണ് ഈ മാംദാനി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അറ്റോർണി ജനറലോട്, ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ അറ്റോർണി ജനറൽ പിന്നെ ലെറ്റീഷ്യ ജെയിംസിനോട് ഇവിടെ ഈ ഏതാണ്ട് 7000 ക്രിമിനൽസ്, ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ആളുകളിൽ 7000 പേരോ മറ്റോ കുറ്റകൃത്യങ്ങളിലൊക്കെ അറസ്റ്റിലാവുകയും പിന്നെ കേസിൽപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരുടെ വിവരം കൊടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യുന്നതിന്, അവരെ ICE കസ്റ്റഡിയിലെടുക്കുന്നതിന് സഹായിക്കണമെന്ന് പറഞ്ഞ് പിന്നെ അധികൃതർ ആവശ്യപ്പെട്ടുവെങ്കിലും ലെറ്റീഷ്യ ജെയിംസ് അതിന് സമ്മതം മൂളിയിട്ടില്ല. അപ്പോൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തവരെ പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത്. അവർ ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്നു എന്നുള്ളത് പോരാ, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വിടുക തന്നെ വേണമെന്നുള്ള അഭിപ്രായമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അവർക്കൊരു സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. ഇവർ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവസരം ഒരുക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാം നിലപാട്. അപ്പം പക്ഷേ ഈ സാങ്ച്വറി സിറ്റിയും ഇങ്ങനെയൊക്കെയുള്ള ഈ തീവ്ര ഇടതുപക്ഷത്ത് നിൽക്കുന്നവരെ എല്ലാവരെയും സംരക്ഷിക്കണം എന്നത് നിലപാടിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പിന്നെ വലിയ കുഴപ്പക്കാരല്ലാത്ത ആളുകൾക്ക് പോലും സംരക്ഷണം കിട്ടാത്ത ഒരവസ്ഥ വരികയും ചെയ്യും. എന്തായാലും ഇതിനിപ്പം മാംദാനി പിന്നെ സ്ഥാനമേറ്റ ശേഷമാണ് ഇനി പിന്നെ കാണാൻ പോകുന്ന പൂരം നമ്മളിപ്പോഴേ പറയേണ്ടതില്ലല്ലോ. നമുക്ക് വെയിറ്റ് ആൻഡ് സീ.